ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഞ്ജൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ടാമത് നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ പോയിട്ട് തന്നെ 2 ആഴ്ചയാകും. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വൈകിയത്. നമ്മളിത് ആദ്യം പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്ക് ഇറങ്ങിയൊരു സ്പോട്ടാണ് കേട്ടോ. അടിപൊളി ഒരു സ്പോട്ടാണ്. അമ്പാടിക്ക് വെള്ളത്തിൽ കളിക്കാൻ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. ആ പാലത്തിൻ്റെ അടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ അങ്ങോട്ട് ചെന്ന് ഇറങ്ങിയത് അമ്പാടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നു കേട്ടോ. കാരണം വെള്ളം കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു. പണ്ടൊക്കെ വിഷ്ണു ചേട്ടന് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. അമ്പാടി വന്നതിന് ശേഷം രണ്ടുപേരും കൂടി ഭയങ്കര കളിയാണ് കേട്ടോ വെള്ളത്തിൽ കിടന്ന്. കഴിഞ്ഞ തവണത്തെ പോലെ അല്ലായിരുന്നു. ഇത്തവണ സൺഡേയും കൂടെയാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ബൈക്കിൽ പോയതുകൊണ്ട് കുറേ നേരമൊക്കെ പിടിച്ചു നിന്നു. എന്നാലും അങ്ങ് മുകളിലെത്തിയപ്പോഴത്തേക്ക് നമ്മളെ വണ്ടിയും സ്റ്റക്കായി. നമ്മൾ ഇറങ്ങി നടക്കേണ്ട ഗതി വന്നു കേട്ടോ. എല്ലാ ട്രിപ്പും പോലെയല്ല ഈ ട്രിപ്പ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാരണം ഞാനും ചേട്ടനും അടികൂടാതെ പോയൊരു ട്രിപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞൊക്കെ ഉടക്കുണ്ടാക്കാറുണ്ട്. വേറെ കാരണമൊന്നും വേണ്ട, അമ്പാടിയുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞാണ്. കാരണം നമുക്ക് രണ്ടുപേർക്കും ഒരു അച്ഛനും അമ്മയും ആകാനുള്ള പക്വത ഇത്രയും നാളായിട്ട് ആയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനും ചേട്ടനും നമ്മുടെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ ട്രിപ്പുകളൊക്കെ പോകുന്ന സ്വപ്നം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ യാഥാർത്ഥ്യത്തിൽ കൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ യാത്ര പോകുമ്പോൾ ഫുള്ള് നമ്മുടെ റിലേഷനിലായിരുന്ന സമയത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നപ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീല് തോന്നി. ബൈക്കിൽ പോയതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ സ്പോട്ടും വിടാതെ ഇറങ്ങിയാണ് പോയത്. പിന്നെ നമ്മൾ ഒരുപാട് സമയം എല്ലായിടത്തും സ്പെൻഡ് ചെയ്തു. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഭയങ്കര കൂളായിരുന്നു നമ്മൾ രണ്ടുപേരും. പിന്നെ അമ്പാടിക്ക് ഇങ്ങനെ ചായ കൊടുക്കാറൊന്നുമില്ല. പക്ഷേ അമ്പാടിക്ക് ചായ വേണമെന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ചേട്ടൻ്റെ ചായ ഫുള്ള് വാങ്ങിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ യാത്രകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അതേ വൈബിനൊത്തുള്ള ഹസ്ബൻഡിനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെക്കാളും യാത്രകൾ പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിഷ്ണു ചേട്ടനാണ്. അതിനേക്കാളും ഇഷ്ടം ഇപ്പോൾ അമ്പാടിക്കാണ്. അമ്പാടിക്ക് ഒരു നിമിഷം പോലും വീട്ടിലിരിക്കുന്ന ഇഷ്ടമില്ല. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു മൊമെൻറ്റ്സ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി കേട്ടോ. എന്ത് പറയാനാ, ദിസ് ഈസ് ഫോർ എവർ എവർ എവർ. എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് വൈബ് പിടിച്ച സ്ഥലങ്ങളിൽ ചെന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് ഭ്രാന്താണെന്ന് വിഷ്ണു ചേട്ടനറിയാം. കുറേ നേരമൊക്കെ ചേട്ടൻ സഹിക്കും. കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ എന്തോ എനിക്കതൊരു അഡിക്റ്റാണ്. ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ അഴക് എന്ന് പറയുന്നത് പൊന്മുടിയാണ്. നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ പൊന്മുടി. എപ്പോഴും പോയാലും ആദ്യമായിട്ട് പോകുന്നൊരു ഫീല് തോന്നും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഇത്രയും നാളായിട്ട് പൊന്മുടി കാണാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണുക. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. തിരുവനന്തപുരത്തുള്ളവർ തന്നെയാണ് ഇത്രയും നല്ലൊരു പ്ലേസ് വിട്ട് വേറെ കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും പോകണം. ഈ ഒരു സ്പോട്ട് ഭയങ്കര രസമായിരുന്നു. ഈ അത്യാവശ്യം വലിയൊരു പാറയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഓടിക്കളിക്കാനും ഒക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ കുറച്ച് താഴോട്ട് ഡേഞ്ചർ ഏരിയയാണ് കേട്ടോ. നല്ല താഴ്ചയുള്ളൊരു കൊക്ക പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധിക നേരം അവിടെ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് സ്കൂട്ടായി. പിന്നെ താഴോട്ടൊക്കെ മഞ്ഞ് വളരെ കുറവായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ അവിടെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. പിന്നെ മുകളിലോട്ട് ചെല്ലുന്തോറും നല്ല കോട ഉണ്ടായിരുന്നു. അമ്പാടി ചെരുപ്പൊന്നും ഇല്ലാതെ ഓട്ടോ വരുന്നു. എടുക്കാനോ ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദൂരം നമുക്ക് ഇറങ്ങി നടക്കേണ്ടി വന്നു. ആ സമയം ഫുള്ള് ഞാൻ അമ്പാടിയെ തോളിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴും അമ്പാടി ഭയങ്കര കുസൃതിയായിരുന്നു താഴോട്ട് ഇറങ്ങാനായി. ഇടയ്ക്കിടയ്ക്ക് ഫാമിലിയായിട്ട് ട്രിപ്പ് പോകുന്നത് നമ്മുടെ വർക്ക് പ്രഷർ കുറയ്ക്കാനും ഫ്രസ്ട്രേഷൻ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ. ഗൈസ്, നല്ല മഞ്ഞ്. നമ്മളിവിടെ വന്നപ്പോൾ മഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല മഞ്ഞായി. അടിപൊളി സെറ്റായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തെ കുന്നൊന്നും കാണാൻ പറ്റണില്ല. നമ്മൾ വന്നപ്പോൾ നല്ല കാണാൻ. നമ്മളെ ഫോണിൽ കുറച്ച് ബെറ്ററായിട്ട് കാണാൻ പറ്റും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ. അതുകൊണ്ട് നല്ല കാര്യം ഇതൊന്ന് പിടിച്ച് കടിക്കാൻ തോന്നുന്നു. ഈ അമ്പാടിയാണെങ്കിൽ ഒരിടത്ത് ഇരിക്കണില്ല കേട്ടോ. ഫുൾ ഓട്ടം തന്നെ.
അവൻ്റെ പിറകെ ഓടി ഓടി ഞാൻ തളർന്നു. നമ്മൾ കുറേ ബ്ലോക്കിൽ പെട്ട് ഞാൻ ഇടയ്ക്ക് ഇറങ്ങി നടന്നാണ് ഇതുവരെ വന്നത്. അപ്പോൾ എനിക്ക് നടുവൊക്കെ നല്ല വേദനയുണ്ട്. എന്നിട്ട് ഈ അമ്പാടിയാണ് കണ്ട, അമ്പാടി എൻ്റെ തോളിലാണ് ഇരുന്നത് അത്രയും നേരം. എന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ നോക്കിയിട്ട് അവ ഇരിക്കാൻ സമ്മതിക്കണില്ല. അവ ഒരേ ഓട്ടവും ബഹളവും ഒന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ എന്തോ അമ്പാടി മുന്തിരി കഴിച്ചോണ്ടിരിക്കുന്നു. മുന്തിരിയല്ല, പക്കവട. മുന്തിരിയെ കഴിച്ചിട്ടിരിക്കുന്നു. നല്ല തണുപ്പ്. ഈ സമയത്ത് ഇവിടെ വരണം കേട്ടോ, നല്ല തണുപ്പ്. ആ അമ്പാടിയുടെ ആപ്പിള്. ഈ ആപ്പിളിൻ്റെ പകുതി കട്ട് തിന്നിട്ട് അടുത്ത ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുന്നു. അമ്പാടിയുടെ ആപ്പിൾ അമ്പാടി എടുത്തോ. അച്ഛനും അമ്മയും തന്നെ തിന്നു. എനിക്ക് വലിയൊരു കുടവയറായി, ചേട്ടന് അതിനേക്കാളും വലിയൊരു കുടവയറായി. അവന് കുടവയറും ഇല്ല, വണ്ണവും ഇല്ല. അപ്പോഴും ഫോണിൻ്റെ ചാർജ് തീർന്ന് 7%. ഞാൻ 100% ചാർജ് ചെയ്തുകൊണ്ട് വന്നതാണ്. വീഡിയോസും ഫോട്ടോസും അത്രത്തോളം എടുത്തിട്ടുണ്ട്. അപ്പോഴും ഇനി ബാക്കി വിശേഷം വീട്ടിൽ പോയിട്ട്. ക്യാമറയൊക്കെ മഞ്ഞുകൊണ്ട് മൂടി. അവിടെ നല്ല മഞ്ഞായിരുന്നു, ഇപ്പം മഞ്ഞ് കുറഞ്ഞു വരുന്നു. മഞ്ഞ് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെയൊക്കെ മാറി മാറി നിൽക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇന്ന് നല്ല തിരക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ 7 മണി വരെ നിർത്തും. ഇപ്പോൾ 6:15 ആയിട്ടുണ്ട്. സാധാരണ 6 മണി വരെയാണ് നിർത്തണം. അപ്പോൾ എന്തായാലും ചാർജില്ല ചേട്ടാ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. I love you. ഒന്നും കാണുന്നില്ല. തണുത്ത ഐസായി നമ്മളെല്ലാം.